സന്തോഷമായി. തിരുവോണമായിട്ട് മനസ്സും വയറും നിറഞ്ഞു. ആന്റി ഇപ്പൊ തന്നെ പോകുന്നതിന്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. പോണം മോളെ. എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. അതറിയാവുന്നോണ്ടാ ഞാൻ ചേച്ചിയെ തടയാഞ്ഞത്. അല്ലെങ്കിൽ തനിച്ച് ഇത്രയും ദൂരം വിടില്ലായിരുന്നു. അതിന് ഞാൻ തനിച്ചല്ലല്ലോ മാധവി. ഡൽഹിയിലെ എയർപോർട്ടിൽ നമ്മുടെ സുധാകരന്റെ മോൻ സന്തോഷം ഉണ്ടാകും. പിന്നെന്താ? പിന്നീടുള്ള യാത്രയിൽ എന്നെപ്പോലെ വേറെ ആളുകളുണ്ടല്ലോ. ഞാൻ സന്തോഷം വിളിച്ചിരുന്നു. അവൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളും. ആ, പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നേ? വിഘ്നേഷിനെ കണ്ട് യാത്ര പറയാൻ പറ്റാത്തതിലുള്ള സങ്കടമേ ഉള്ളൂ. അഭിരാമി അവനോട് പ്രത്യേകിച്ച് പറയണം. പറയാൻറ്റി, വിഘ്നേശ്വരൻ ഇന്ന് കമ്പനിയിൽ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. അവർക്കവിടെ എല്ലാവരും ഒത്ത് ഓണസദ്യയുണ്ട്. അത് സാരമില്ല. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവന്റെ സാഹചര്യം മോള് വേണം മനസ്സിലാക്കാൻ. ആ പിന്നെ മാധവി, ക്ഷേത്രത്തിന്റെ ജോലികൾ ഇനി വൈകാതെ തുടങ്ങണം. അവിടെ പ്രതിഷ്ഠിക്കാൻ ലക്ഷണമൊത്തൊരു വിഗ്രഹം തന്നെ വാങ്ങണം. ശരി ചേച്ചി, ക്ഷേത്രത്തിന്റെ ഒരു കാര്യത്തിലും യാതൊരു കുറവും വരുത്തില്ല. ആ കാര്യത്തിൽ ചേച്ചിക്ക് ടെൻഷൻ വേണ്ട. ആദർശേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ നന്നായി ആലോചിക്കണം. ഒന്നും വൈകിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആന്റി സമാധാനമായിട്ട് പോയിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലേക്കാ ഞാൻ പോകുന്നത്. ഭഗവാന്റെ സന്നിധിയിൽ എത്തിയാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കും. അത് ഞങ്ങൾക്കറിയാം ചേച്ചി. ഈ വീടിന്റെ ഗ്രഹനാഥയാണ് ചേച്ചി. അങ്ങനെയാ ഞങ്ങൾ ഓരോരുത്തരും ചേച്ചിയെ കാണുന്നത്. അതെ ആന്റി, ഈ 3 മാസം 3 ദിവസം പോലെ കടന്നു പോകാനാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സും പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. ആ, സമയായി, നമുക്കിറങ്ങാം. ആ, എങ്കിൽ പിന്നെ പോയിട്ട് വരട്ടെ. ആരോഗ്യം ശ്രദ്ധിക്കണം. സമയത്ത് ഭക്ഷണവും കഴിക്കണം. വിശപ്പില്ലാന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ശരി. പോവാ. ഹലോ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയായിരുന്നു? വിളിക്കാൻ ലേറ്റായപ്പോൾ ഞാൻ കരുതി ഇന്നിനെ അയാളെങ്ങനെ ലീവ് എടുത്തു വന്നു. ലീവ് എടുത്തിരുന്ന് ഇന്ന് എൻ്റെ പണി പാളിയാന. 2 മിനിറ്റ് താമസിച്ചാലും ഞാൻ ടെൻഷനാവില്ലേ? ഇപ്പൊ കോൾ വരുന്നോ നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇങ്ങോടാ. എന്താണ്? അതെ, അതൊരു അവിഹിത കോള. സമയമെടുക്കും. അയാളെ തിരിച്ചു വരും മുമ്പ് നമുക്ക് സാധനം എടുക്കണം. നീ ഇവിടെ നിൽക്കണം. ആ പോലീസുകാരൻ തിരിച്ചു വന്ന നീ എന്തെങ്കിലും ചെയ്ത് അയാളെ ഇവിടുന്ന് മാറ്റണം. ഞാനെങ്ങനെ മാറ്റണം അണ്ണാ? അയാളെ ചീത്ത വിളിച്ചിട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിയാൽ മതിയടാ. എന്ത് ചീത്ത വിളിക്കാൻ? എടാ, ഞാനില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുമല്ലേ? അതും പറഞ്ഞ് 2 ചീത്ത വിളിക്കണം. കല്ലെറിയുമ്പോൾ നോവുന്ന രീതിയിൽ എറിയണം. ശരിയാണോ? ആ, എന്നാ ഞാൻ പോയിട്ട് വരാം. പോട്ടെ.
ആ